ആദ്യം ഹരിതയുടെ ജീവിതത്തിൽ നിന്ന് ജോലിയും കൂലിയും ഇല്ലാത്ത ആ ദാരിദ്ര്യം പിടിച്ചവനെ ഒഴിവാക്കണം. എന്നിട്ട് വേണം ഇവിടെ വന്നു കയറി അവന്റെ പിഴച്ച കൂടപ്പറപ്പിനെ അടിച്ചു പുറത്താക്കാൻ. ചേച്ചി പറയുന്ന പോലെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സംഗതി പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് മുറുകുന്നില്ലല്ലോ. ഇടയ്ക്ക് കയറി ഒന്ന് തലയിട്ടാലേ ഉദ്ദേശിച്ച ഫലം കിട്ടും. അതപ്പച്ചി, അച്ഛൻ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങള്. ഹരിതയെ കൊണ്ട് നമ്മളെ ഡിവോഴ്സിന് സമ്മതിപ്പിച്ചു എന്നിരിക്കട്ടെ, മനോജ് സമ്മതിക്കുന്ന എന്താ ഉറപ്പ്? മനോജ് ഈ വീട്ടിൽ വന്ന് ഹരിതയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് വെറുതെ അല്ല. ഇവിടുത്തെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. അതും കൊണ്ട് അവൻ പോവും. ഇപ്പൊ ഹരിതയായി പിണക്കം ഉണ്ടാക്കി അവളെ ഇങ്ങോട്ട് അയച്ചത് തന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കരുണാകരൻ, പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചെന്നിരിക്കും. പ്രേമോ ഒളിച്ചോട്ടോ ഒക്കെ ഉണ്ടാവും. അതിലൊരു പരാജയം വരുമ്പോ അത് തിരുത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പിരിയേണ്ടവർ പിരിയണം. പരദേവതകളോ അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള തറവാടാ നമ്മുടേത്. ജാതകമോ ഗൃഹസ്ഥാനമോ നോക്കാതെ താലി കെട്ടിക്കൊണ്ടുവന്ന കുലമുടിയും. അത് പാടില്ല. ഹരിത മനോജിനെ പിരിയണം. പറഞ്ഞില്ലേടോ കുറിപ്പ് വന്നിട്ട് തുടങ്ങിയാ മതിയെന്ന്. ബക്കളപ്പോ ഒരു കാര്യമില്ലാതെ ചിലച്ചോണ്ട് നടക്കും ചിലര്. അച്ഛൻ എന്താ അപ്പച്ചി പറയുന്നൊന്നും കേട്ടില്ലേ? നിർത്ത്. എന്റെ മോൻ ജിതേന്ദ്രനെ പോലെയാണ് എല്ലാ ആണുങ്ങളും എന്ന് നീ കരുതിയേക്കരുത്. അടിച്ച് കരണം പോക്കി ഞാൻ നിന്റെ. ഞാനും ചേച്ചിയും കൂടി കുടുംബക്കാര് സംസാരിക്കുന്നതിന്റെ ഇടയില് നീ ആരാടി വന്ന അഭിപ്രായം പറയാൻ? എന്റെ ഭാര്യ സുമ ഇന്നേ വരെ എന്റെ ചേച്ചിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടില്ല. അത്രയ്ക്ക് ബഹുമാനമാണ് ഞാനും എന്റെ ഭാര്യയും അവർക്ക് കൊടുക്കുന്നത്. ഇറങ്ങു നരേന്ദ്ര. വാ. താമസിച്ചത്? എനിക്കറിയാം ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുമെന്ന്. ഒരു നിമിഷം തെറ്റിയാലും ആനന്ദവല്ലി അമ്മയ്ക്ക് അതൊരു വലിയ പ്രശ്നമാണെന്നറിയാം. വരുന്ന വഴിക്ക് കാറിലിരുന്ന് പറഞ്ഞതെല്ലാം ആനന്ദവല്യമ്മയുടെ പഞ്ച്വാലിറ്റിയുടെ കഥകളാണ്. പഞ്ച്വാലിറ്റി എനിക്ക് പണ്ടേ പ്രധാന. എന്ത് നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷെ സമയം അത് നഷ്ടപ്പെട്ടത് തന്നെയാ. സോറി ആനന്ദവല്ലി അമ്മേ, റോഡ് പണി നടക്കുന്നതുകൊണ്ട് പലയിടത്തും ബ്ലോക്കാ. അതാ വൈകിയത്. ഉറുമ്പ് നിരയെ പോകുന്നത് പോലെയാ വണ്ടികൾ കിടക്കുന്നത്.
ഒരു മീറ്ററൊക്കെ ഒന്ന് അനങ്ങാനേ അരമണിക്കൂർ എടുത്തു ചില സ്ഥലങ്ങളില്. അല്ല ഇവരൊക്കെ ഇതറിയാലോ? ആ അറിയാം, നരേന്ദ്രൻ. മെലിഞ്ഞുണങ്ങിയിരുന്ന ചെറുക്കനാ, ഇപ്പോഴങ്ങ് വലിയ ആളായി. UK-യിലായിരുന്നു, കഴിഞ്ഞ ആഴ്ചയാ വന്നത്. ഓ, ഇതെന്റെ ആങ്ങള ജയപാലൻ. എനിക്കറിയാം. ഇത് നാത്തൂൻ രാധമ്മ, പഞ്ചായത്ത് സെക്രട്ടറിയാ. രാധമേ, ഇത് വണ്ടിയിലിരുന്ന് ജാതകവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചല്ലോ. ഇപ്പൊ ഒരു ജീവചരിത്രം വായിച്ചതുപോലുണ്ട്. കഥകൾ കേട്ടപ്പോ തന്നെ ആളോടൊരു ആരാധന തോന്നി. രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ കരുണാകരക്കുറുപ്പിനെ വരെ വരച്ച വരെ നിർത്താൻ ശേഷിയുള്ള ആനന്ദവല്യമ്മ. കൊള്ളാം ഭാനുമതി. അപ്പൊ നീ എന്നെ കുറിച്ച് നന്നായിട്ട് ആക്ഷേപങ്ങൾ പറഞ്ഞു എന്നർത്ഥം. ആ കേറി വാ. ആ ഇരിക്കേ.